മൈ ഡിയർ ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുടുംബക്കാരായ നമ്മുടെ പപ്പായിൻ്റെ മേൽ ജോസഫ് എന്നാണ് റിയൽ നെയിം. നിങ്ങൾക്കറിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനപ്പം അവരുടെ തോട്ടമാണ് ഈ കാണുന്ന മുഴുവൻ. ഞാനപ്പോൾ ആ തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ളും എല്ലാവർക്കും പേടിയൊന്നുമില്ല ഗൈസ്, കാരണം ഇവിടെ ആന പുലിയൊക്കെ വരുന്നൊരു ഏരിയയാണ്. എന്താടി അടി കിടന്ന് എല്ലാവരും വിളിക്കുകയാണ്. പപ്പയുണ്ട് താഴെ, അതേമാതിരി മമ്മിയുണ്ട്, എൻ്റെ അനിയനും ഉണ്ട്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് എത്ര ഉൾക്കാട്ടിലേക്ക് വന്ന്. എൻ്റെ അമ്മയ്ക്ക് വരെ പേടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഫോറസ്റ്റ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഭംഗിയൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് ഫോറസ്റ്റ്. ഇത് ഫോറസ്റ്റിൽ അതൊരു കാടല്ല കേട്ടോ, കാടിനോട് ഇങ്ങനെ ചേർന്നിങ്ങനെ നിൽക്കുന്ന ഒരു വോയിസാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ സ്ഥലം ആകെ പോയി ഗൈസ് എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ എവിടേക്കോ വന്നെത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരും തന്നെ ഇവിടേതാ അനിയത്തി, എൻ്റെ അനിയനാണ് അവിടെ കണ്ടോ, ആണ് മേൽജേട്ടൻ, പിന്നെ എൻ്റെ പപ്പ മമ്മി. ഒരു കാര്യം കാണിച്ചു തരാവേ. ദിസ് ഈസ് ദ ഫോറസ്റ്റ്. ഇതാണ് മക്കളെ ഒന്നാന്തരം കാട്. കാട് എന്ന് പറഞ്ഞാൽ ഉൾക്കാട്, മധ്യപ്രദേശങ്ങളില്ലാത്ത മറ്റ് ഉൾക്കാടിൽ നിന്നും വളരെ വ്യത്യസ്തമായിപ്പെട്ടിട്ടുള്ള ഉൾക്കാട്. ഇവിടെ നിന്ന് നോക്കിയാണ്ടല്ലോ ഗൈസ്, വേറൊരു പ്രത്യേകതയുണ്ട്. അത് ഞാൻ എന്താന്ന് കാണിച്ചു തരാം. അവിടെ കണ്ടോ ഗൈസ്, ഒരു ഓടിട്ട വീട്, ഒരു ഓട് ശ്രദ്ധിച്ചു കാണാൻ പറ്റുന്നുണ്ടാവില്ല. അവിടെ റോഡിട്ട കണ്ടോ, റോഡ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഓടിട്ട വീട് നമ്മുടേത് വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഏരിയ നമുക്ക് ഇവിടുന്ന് ക്ലിയർ ട്രാൻസ്പോർട്ടായിട്ട് കാണാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മറ്റു കാടിലേക്ക് പോവാണ്. പോകുമ്പോൾ ഞാനൊരു അടിപൊളി സാധനം കണ്ടേ. ഇപ്പം ഇത് ഇവിടുന്ന് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് നീങ്ങി നിന്നിട്ട് എടുക്കുവാണ്. ടോട്ടൽ ഏരിയ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ, ഇതൊരു കാടാണ്. ഉൾക്കാട് എന്ന് വെച്ച് ഇങ്ങനെ വേണം. പല പല ലെയറായിട്ടുള്ള ഈ കാടൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് നോക്കുക. ഇത് മുണ്ടേരി നിന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ വീട് മുണ്ടേരിയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാടിലൊക്കെ ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കാട് കാണാൻ പോകുന്നത്. ഇവിടെ ഇപ്പം വളരെ എന്താണെന്ന് വെച്ചാൽ വളരെ ഹൊററായിട്ടല്ല, ഒരു സ്കേറിപ്പെടുത്തുന്ന വോയിസ് ഒന്നുമില്ല ഇവിടെ. അതുമാതിരി ഇവിടെ ഒരു പ്ലാവാണ്. ഇത് പ്ലാവല്ല ഗൈസ്, വേറെന്തോ ഇല്ലേ, ഇതൊരു തരം ഇതൊരു മരമാണ്. പ്ലാവുണ്ട്, ഇതാണ് പ്ലാവ്. അതേമാതിരി അത് പ്ലാവാണ്. പല തരത്തിലുള്ള പ്ലാവുകളാണ് ഇവിടെ ഉള്ളത്. അതിലേക്ക് ഇതേമാതിരി കുരുമുളകിൻ്റെ വള്ളിയാണ് കേട്ടോ. അപ്പം എൻ്റെ പപ്പ ഇവിടെ പാലെടുക്കുന്നുണ്ട്. ഡബർ പാലാണ്. നമുക്കതൊന്ന് കണ്ടാലോ? ഉണ്ടോ, അനിയനും അനിയത്തിയുണ്ട്, എല്ലാവരും ഉണ്ട്. അടിപൊളിയാണ് ഗൈസ്. ഇതുമാതിരി എനിക്കൊരു സങ്കടകരമായൊരു കാഴ്ചയാണ്. പ്ലാസ്റ്റിക് ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്തൊരു ഒരു പട്ടിക്കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. എനിക്ക് ഈ ആനിമൽസിനെ ചുണ്ടില്ല. ആർക്കും കൊടുക്കാൻ എൻ്റെ അമ്മേൻ്റെ ഒക്കെ ഒരു കാര്യമല്ലേ ഗൈസ്. പാല് ഉണ്ടോ, എൻ്റെ അമ്മ പേടിച്ചാട്ടോ ഈ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോണേ. എവിടെയും മുന്നേ വീണ് കഴിഞ്ഞാൽ നല്ല
ഉണ്ടാവും. ആ രീതിക്കാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഷേക്കിംഗ് ഉണ്ട് ഗൈസ്. വീഡിയോയ്ക്ക് എന്നോട് ക്ഷമിക്കണം. ഞാൻ സ്ലോ ആയിട്ട് കയറി പോയി കഴിഞ്ഞാൽ എല്ലാം അവിടെ പെർഫെക്റ്റ് ആയിരിക്കില്ല. അതാ എന്ത് പൊളിഞ്ഞിരിക്കേ എന്ത് അതാ ഗൈസ്. അനിയൻ പപ്പ അപ്പേ എൽദാ എൽദാ ചെയ്യോ അപ്പ എങ്ങോട്ട് വാക്കപ്പേ. പണിയുടെ തിരക്കിൽ ആവേശം. വാട സൂപ്പർ മധ്യപ്രദേശ്. ഇങ്ങനത്തെ ഇരുട്ടാക്കണം തണലായിട്ടുള്ള ഐറ്റംസ് ഉള്ള ഭാഗമാണ്. നമുക്കുള്ള ഗസ് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതൊരു മുള്ളായിട്ടുള്ളൊരു സാധനം ദേ എൻ്റെ കാലയിൽ ഉറുതി ഗസ്. ഈ സാധനമാണ് ഞാൻ എനിക്ക് അവിടെ എത്തേണ്ടതാണ്. ആ ഒരു സ്ഥലത്ത് തന്നെ ഞാൻ എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും അങ്ങോട്ട് ആരും പോയിട്ടില്ല. ഭാഗ്യം. പപ്പ അനിയത്തി കസ കാണുന്ന ഫോറസ്റ്റാണ്. ഇതുണ്ടോ അവിടെ വെയിൽ കാണാൻ പറ്റില്ല. അത് അവിടെ അങ്ങനെ ആ ഭാഗം ഫോറസ്റ്റാണ് കേട്ടോ. ഉണ്ടായിരുന്നു ഇതൊക്കെ ഭയങ്കര ഒരു സർക്കിളാക്കി. ആ ബ്ലഡ് എന്തോ വരുന്നില്ല ബട്ട് ഐ ഹാവ് സോ സ്കെയറി. വിഷച്ചെടിയാണെന്ന് തോന്നുന്നു. യെസ് ഗൈസ് അടിച്ച് ശരിയാക്കും. നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഡാഡി പറഞ്ഞു പോയിക്കോ ഇന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാക്കത്തുള്ള. വാ അമ്മയ്ക്ക് എനിക്ക് വഴി കുറച്ചൊക്കെ അറിയാം. എന്നാലൊരു ഡൗട്ടുണ്ട്. ഇതിൽ കൂടെ നമുക്ക് കയറാം. കാലൊക്കെ വേദന എടുക്കുന്നു. കാലൊക്കെ വേദന എടുക്കുന്നു. താഴോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എത്തും? ഏത് സ്ഥലം പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതിലെങ്ങോട്ട്? അപ്പൊ ഇതിൽ കൂടെ അല്ലേ? എനിക്കൊരു വ്ലോഗ് കട്ടാക്കാൻ പറ്റത്തില്ല ഗൈസ്. വഴി തെറ്റി ഗൈസ്. ഓ നോ ശരിക്കും പെട്ടു. മമ്മീനെ ഫോളോ ചെയ്യാം. ഇളകൂടും വെള്ളം ഞാൻ കയറി. അപ്പേ ഞാൻ ഫോൺ കൊണ്ട് ലൈക്കൂടെ അങ്ങനെ പോയിട്ട് വീഡിയോ എടുത്തപ്പോൾ എനിക്ക് വഴിയൊന്നും മനസ്സിലാവില്ല. അപ്പം അതേ വഴി ഇങ്ങനെ ഫോളോ ചെയ്ത് ഇവിടെ വന്നിട്ട് ഫോൺ തന്നിട്ട് ഞാൻ അതേ വഴി പോയിക്കോ. ഇല്ല 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 പപ്പയ്ക്ക് ദേഷ്യം വരുന്നു. അപ്പം കൂൾ ഡൗൺ. അപ്പച്ചൻ വഴി കാണിച്ച ഞങ്ങളെ ഇതാണ് വിറക്. എന്താ മോനെ ആ വിറകിങ്ങെടുക്ക ഒരു കഞ്ഞിക്കുള്ളതുണ്ട്. അയ്യോ ഒരു വിറകുകാരി. എൽദോസ് അപ്പൻ്റെ മോൻ ഞാൻ പണിയെടുക്കത്തില്ല. ഞാൻ ഇങ്ങനെ ആസ്വദിക്കാൻ വന്നിരിക്കുക. ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. ഒരിക്കലും ലൈക്ക് സബ്സ്ക്രൈബും ബ്രേക്കായിപ്പോയി. ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാതെ എങ്ങോട്ടും പോരുത്. ലൈക്ക് സബ്സ്ക്രൈബ് എന്തായാലും ചെയ്തിട്ട് ഇത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ കൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും 1 ഡേ ബേസിലേക്ക്
ബൈ.